ഹായ് ഗായ്സ്, ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഒരു പുതിയ ഡിഷായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അതാണ് തക്കാളി ചട്നി. ഇന്ന് നമ്മൾ കസിൻ്റെ വീട്ടിലാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കായി കുക്ക് ചെയ്യുന്നത് അവളാണ്. അതിനായി നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് പച്ചമുളക്, സവോള, പിന്നെ തക്കാളി, വെളുത്തുള്ളി, ഇതെല്ലാമാണ് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം സവോള പിന്നെ വെളുത്തുള്ളി കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കുട്ടികളൊക്കെ ഉള്ള വീടല്ലേ. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം, ആവശ്യമായ കളറിനുള്ള മഞ്ഞൾപ്പൊടി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഗായ്സ്. ഇതാണ് നമ്മുടെ സോന. ഇവളാണ് നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്ത് തരുന്നത്. അവൾ നല്ലോണം കിളക്കുന്നുണ്ട്. നമ്മളിന്ന് അത് അടച്ചു വെച്ചിട്ടാണ് ഗായ്സ് നമ്മളിന്ന് വേവിക്കുന്നത്. പിന്നെ നമ്മൾ തനതായ രീതിയിലാണ് ഇന്ന് ഫുഡ് കുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പം നമ്മൾ ഇളക്കിയതിന് ശേഷം കണ്ടോ നല്ലൊരു കളറായിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ആഡ് ചെയ്യേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം. അതിലേക്ക് തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള തക്കാളി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ ആ ഒരു വെള്ളം അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ അടച്ചു വെച്ചാൽ മാത്രം മതി. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു കളറും ഇതൊക്കെ. അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം നല്ലോണം നമ്മുടെ ഒരു തക്കാളി ചട്നി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതാണ്